അപരന്മാരെ ഇറക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇടതു വലത് മുന്നണികൾ നടത്തുന്നത്. എറണാകുളത്ത് നിന്നും ശ്രീ വിനോദ് ചേരുന്നു. ശ്രീ വിനോദ്, പ്രതികരിക്കാം. ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണല്ലോ. അതിലിപ്പോ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. വളരെ നല്ല ശുഭസൂചനയാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വോട്ടർമാർക്കും ഇതും അറിയാം. ഇത്തവണ എന്തായാലും അതിനെ മറികടക്കാനായിട്ട് സാധിക്കും, BJPക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. NDA ഇതിനെല്ലാം മറികടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് ഇത്തവണ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ അപരന്മാരെ നിർത്തി പ്രായമായ വോട്ടർമാർ, അവർക്കൊക്കെ ഈ പേര് വളരെ പെട്ടെന്ന് കൃത്യമായി ഇപ്പോൾ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ കെ സുന്ദര എന്നൊക്കെ വളരെ സാദൃശ്യമുള്ള പേരുകളാണ്. അല്ലെങ്കിൽ സുരേന്ദ്രൻ നായർ, സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. അത് പ്രായമായവരെയൊക്കെ അത് പെട്ടെന്ന് പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ മെഷീനിൽ ആ പേരുകളൊക്കെ ഇങ്ങനെ ഒരേ ക്രമത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചിഹ്നമൊന്നും കണ്ണിൽ പെടണമെന്നില്ല. പേര് നോക്കുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് എങ്ങനെ മറികടക്കുന്ന അറിയില്ല. കാരണം സുരേന്ദ്രൻ ഒരു പ്രാവശ്യം മഞ്ചേശ്വരത്ത് നിന്ന് തോൽക്കാൻ ഇങ്ങനെയുള്ള ഒരു അപരണ്ടായത് കാരണമാണ്. അതെ, തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യത്തിലൊരു പാളിച്ച തന്നെയാണ്. ഇത് മുൻപ് എടുക്കേണ്ട ഒരു സ്റ്റെപ്പായിരുന്നു സത്യം പറഞ്ഞ. ഈ വൈകിയ വേളയിൽ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിൻവലിക്കേണ്ടതൊക്കെ കഴിഞ്ഞു. അത് ഈ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് തൃപ്പൂണിത്തുറയിലത്തെ സ്ഥാനാർത്ഥി എടുത്ത അതിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു. അത് അനുവദിച്ചു തോന്നുന്നു അല്ലെ? അത് അനുവദിച്ചുന്നുണ്ട്. അതെ, അക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ വിനോദ്. നമുക്ക് ഈ വിഷയത്തിൽ അതിഥിയായി കേരള സർവകലാശാലയിലെ റിട്ടയർഡ് അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ള കൂടി ചേരുന്നു. സ്വാഗതം ഡോക്ടർ ഗോപിനാഥൻ പിള്ള. എന്തായാലും അപര സ്ഥാനാർത്ഥികൾ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ഒരു പ്രവണതയാണ്. അത് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തവണയും പല മണ്ഡലങ്ങളിലും അപരന്മാരെ നിർത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ വിമർശനം നടത്തിയിരിക്കുന്നു. ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന സമീപനമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കേണ്ടതല്ലേ ഡോക്ടർ ഗോപിനാഥ പിള്ള? തീർച്ചയായിട്ടും ഇന്ന് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ ജനാധിപത്യ സമ്പ്രദായത്തിനുള്ള ഏറ്റവും നല്ല ഒരു ഉപദേശമാണ്. ഇത് വളരെ നന്നായി എനിക്ക് തോന്നുന്നു. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ അഞ്ജലി നായർ, താൻ അറിയപ്പെടുന്ന അഞ്ജലി നായർ എന്നാണ്, വെറും അഞ്ജലി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പൊ ഹൈക്കോടതി അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള അഞ്ജലി നായർ എന്ന് തന്നെ ഉൾപ്പെടുത്താൻ ഉള്ള നടപടി സ്വീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷന് ഇപ്പൊ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം കേരള ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയ ഈ നിർദ്ദേശം നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള, ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങളെ തടയാൻ വേണ്ടി ഇത്തരത്തിലുള്ള അപരന്മാര് ഇടവരും എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ ശരിയാണ്, വളരെ അർത്ഥവത്താണ്. അപ്പൊ ഒരേ പേരുള്ള സ്ഥാനാർത്ഥികൾ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, അത് BJP ഉണ്ട്, ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, എല്ലാ പക്ഷത്തും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ പല പ്രമുഖ സ്ഥാനാർത്ഥികൾ, ഇപ്പൊ മഞ്ചേശ്വരത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു, 400 വോട്ട് അപരൻ പിടിച്ചു, 83 വോട്ടിനാണ് ആ കാൻഡിഡേറ്റ് തോക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടുത്തെ ഇലക്ഷനെ അട്ടിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തില് വിവിധ മണ്ഡലങ്ങളിൽ, എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. ഇപ്പൊ ഈ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തും ഒരു വിജയൻ നിൽപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 1254 സ്ഥാനാർത്ഥികളാണുള്ളത്. നമുക്ക് 140 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ 1254 സ്ഥാനാർത്ഥികൾ ഇപ്പം മത്സരരംഗത്തുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീ ദേവരാജൻ പിള്ള ചേരുന്നു. ശ്രീ ദേവരാജൻ പിള്ള, പ്രതികരിക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ജനാധിപത്യത്തില് ഒരു മര്യാദ വേണം. ഈ എല്ലാ ആളുകൾക്കും ജനാധിപത്യപരമായി മത്സരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അതെ. അങ്ങനെയുള്ള ആളുകളെ 10 വോട്ട് കിട്ടുന്ന ആളെയും 10 പേരായാലും ഇഷ്ടപ്പെടുന്നോണ്ടല്ലയോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നോണ്ടല്ലയോ? അപ്പൊ അത് അംഗീകരിക്കണ്ടേ? അതൊരു ഭരണഘടനാ സമ്പ്രദായം അനുസരിച്ചുള്ള ഒരു നിയമമല്ലയോ?
ഇപ്പൊ BN സുധീരൻ മത്സരിച്ച സമയത്ത് ഒരു അവരിൽ നിന്ന് 7000 വോട്ടിനാണ് പുള്ളി, 1000 വോട്ടിനാണ് പുള്ളി തോറ്റത്. അവരും പിടിച്ചത് 7000 വോട്ടിന്. അപ്പം ഈ മാതിരിയുള്ള നെറികെട്ട നാണം കെട്ട രാഷ്ട്രീയ പ്രവർത്തനം നേരത്തെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പൊ ഹൈക്കോടതിയിൽ അത് ഇടപെട്ടതിൽ വളരെ സ്വാഗതാർഹമാണ്. ജനങ്ങൾക്ക് വേണ്ടുന്നവരെ ജനങ്ങൾ തെരഞ്ഞെടുക്കട്ടെ. അതിനവരെ അവരന്മാരെ നിർത്തി ഈ മാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നതിനോട് ജനങ്ങൾ നേരത്തെ തന്നെ പ്രതികരിക്കേണ്ടതാണ്. ഇപ്പം ആരെങ്കിലും ഹൈക്കോടതിയെ സമീപിച്ച് അങ്ങനെ ഒരു വിധി നേടിയെടുക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ വിജയമാണെന്നാണ് ഞാൻ പറയുന്നത്. യെസ്, അപരന്മാരുടെ സാന്നിധ്യം ഒഴിവാക്കുന്ന ജനാധിപത്യത്തിന്റെ വിജയം തന്നെ എന്നുള്ളതാണ് കൊല്ലത്തു നിന്നും ശ്രീ ദേവരാജൻ പിള്ള അഭിപ്രായപ്പെടുന്നത്. വളരെയധികം നന്ദി ശ്രീ ദേവരാജൻ പിള്ള.